മാന്യസദസ്സിന് വന്ദനം. സമൂഹത്തിലെ ഏറ്റവും സ്ഫോടന ശക്തിയുള്ള ഊർജമാണ് യുവത്വം. അതിനെ നിർജീവമാക്കുന്ന പല മാരക ശക്തികളും നമ്മുടെ സമൂഹത്തിൽ സജീവമാണ്. കരുത്തുള്ള ഒരു സമൂഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെതിരെ നമുക്ക് പ്രതിരോധം തീർക്കാം, കലയുടെ ധീരമായ പ്രതിരോധത്തിലൂടെ. സാറേ, എന്റെ മോൻ അവന് ശ്വാസം കിട്ടുന്നില്ല, ഒന്ന് വന്ന് നോക്ക് സാറേ. എടോ, എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അവരോട് പുക വലിക്കരുത് വലിക്കരുത് എന്ന്. സാറേ, ഒന്ന് വന്ന് നോക്ക് സാറേ, ഇല്ലെങ്കിൽ അവൻ ചത്തു പോകും. പല തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവൻ അതിൽ നിന്ന് മാറ്റി നിർത്താൻ. സാറേ, ഒന്ന് വന്ന് നോക്ക് സാറേ, എനിക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഞാനൊരു പേഷ്യന്റിന്റെ ക്ലിയറിംഗ് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ സാർ. എനിക്ക് ആകെയുള്ളൊരു മോനായിരുന്നു, എന്റെ പൊന്നു മോൻ. അവൻ നല്ല മിടുക്കനായിരുന്നു, പഠിക്കാനും കളിക്കാനും കേമനായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ആ ദുഷ്ടശക്തിയുടെ കയ്യിൽപ്പെട്ട് എന്റെ മോൻ ആകെ മാറിയിരിക്കുക. നിങ്ങൾക്കറിയോ എന്റെ മോന്റെ കഥ? ഉണ്ണിക്കുട്ട, നീ എവിടെ എന്തെടുക്കുക? ഇന്ന് നിന്റെ റിസൾട്ട് വരുന്ന ദിവസമാ. വേഗം എഴുന്നേറ്റ് റെഡിയാവ്. അച്ഛാ, എനിക്ക് പേടിയാ. റിസൾട്ടിൽ ഞാൻ തോറ്റ അച്ഛനെന്നെ തല്ലോ. നന്നായി പഠിക്കുന്ന എല്ലാ മക്കളുടെയും സ്വഭാവം ഇങ്ങനൊക്കെ തന്നെയാ. അച്ഛനറിയാം എന്റെ മോൻ നല്ല മാർക്കോടി പാസ്സാവും. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മോൻ നല്ല മിടുക്കനായിരുന്നു. അവൻ നല്ല മാർക്കോടുകൂടി പാസ്സായി. അവന്റെ ആഗ്രഹം പോലെ പുറത്ത് പഠിക്കാൻ വേണ്ടി വിട്ടതാ. +2 കഴിഞ്ഞ ഏതൊരു കുട്ടിയുടെയും മനസ്സ് പുറത്തേക്കുള്ള ചാഞ്ചാട്ടമായിരിക്കും. അവർ അവരുടെ സുഖങ്ങൾ തേടും. ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നം ഇല്ലാതെയുമാകും. അവൾ എന്നെ വിട്ടുപോയിട്ടും അവന് വേണ്ടി മാത്രം ജീവിച്ചു. മറ്റൊരു ജീവിതം തേടിയില്ല ഞാൻ. അവൻ എന്റേത് മാത്രം. അവന്റെ ആഗ്രഹം കൊണ്ടാ ഞാനവന് പുറത്ത് പഠിക്കാൻ പറ്റത്. ഉണ്ണിക്കുട്ട, നീ നന്നായി പഠിക്കണം. അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമാണ് നിന്നെ ഡോക്ടറായി കാണണമെന്ന്. അച്ഛൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റും അച്ഛ. അങ്ങനെ ഉണ്ണിക്കുട്ടൻ ബാംഗ്ലൂരിലേക്ക് പഠിക്കാനായി എത്തുന്നു. കൂട്ടുകാരെ കണ്ടെത്തി കൂട്ടുകൊടുത്തു. കൂട്ടുകാരവനെ പുകവലിക്കാനായി പ്രേരിപ്പിക്കുന്നു. അവൻ ലഹരിയിൽ അടിമയാകുന്നു. എടാ ഉണ്ണിക്കുട്ട, പുതിയ സാധനം വന്നിട്ടുണ്ട്, നിനക്ക് വേണോ? കാശ് വേണം. ഇത്തവണ തരാടാ. അച്ഛൻ അടുത്ത ആഴ്ച പൈസ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ തരാം. പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഒന്നും കൂടി താടാ പ്ലീസ്. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പ്ലീസ് താടാ. ഇന്നാ ഇത് നല്ല ഡോസ് കൂടിയ സാധനം. ഇത് കുത്തിക്കോ.
അവൻ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിലെ യുവാക്കൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളും നമ്മൾ നോക്കി നിന്ന് രസിക്കുകയാണ്. ഇതിനെതിരെ നമ്മൾ പ്രവർത്തിച്ച് അവരുടെ കൂടെ നിന്ന് ഇതിന് നമ്മൾ ഒരു പ്രതിഷേധിക്കണം. ഏത് അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ് മക്കൾ. അത് തകരാതിരിക്കട്ടെ, തകരാതിരിക്കട്ടെ, തകരാതിരിക്കട്ടെ. നന്ദി.